വിശദമായ വാർത്തകളിലേക്ക്. സന്തോഷ് മാധവന്റെ വിവാദ ഭൂമി ഇടപാടിൽ മന്ത്രി അടൂർ പ്രകാശിനെതിരെ ത്വരിത അന്വേഷണത്തിന് ഉത്തരവ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഉത്തരവ് ഇട്ടുകൊണ്ട് കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ. മനു, ഇതാ എറണാകുളത്തെ പുത്തൻവേലിക്കര, അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന മാള തുടങ്ങിയ 2 സ്ഥലങ്ങളിലായി 118ഓളം ഏക്കർ ഭൂമി സന്തോഷ് മാധവൻ ഇടനിലക്കാരനായി നിന്നുകൊണ്ടുള്ള RM ഇസൽഡ് എന്ന കമ്പനിക്ക് പതിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട നടപടികൾ ചോദ്യം ചെയ്താണ് വിജിലൻസ് കോടതിയിൽ ഹർജി എത്തിയത്. ഇതിലാണ് ഇപ്പോൾ സന്തോഷ് മാധവൻ, അതോടൊപ്പം തന്നെ മറ്റ് 5 പേർ, ഏറ്റവും പ്രധാനപ്പെട്ടത് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് തുടങ്ങിയവർക്കെതിരെ ത്വരിത അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഈ നടപടികളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് 15 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിച്ച റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം കോടതി പക്ഷേ നിരാകരിച്ചു. തുടർന്ന് നടക്കുന്ന അന്വേഷണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കൂടി പങ്കുണ്ടെങ്കിൽ തീർച്ചയായും അതുകൂടി പരിഗണിക്കുമെന്ന് കോടതി ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ 2009 ഈ തണ്ണീർത്തട നെൽവയൽ നിയമങ്ങളുടെ ലംഘനമാണ് ഇതെന്ന് കണ്ടുകൊണ്ട് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണിത്. ഈ മന്ത്രിസഭയുടെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടൻ തന്നെയാണ് ഈ കമ്പനിക്ക് തന്നെ തിരിച്ചു നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. ഇതിലെ നടപടിക്രമങ്ങൾ വലിയ രീതിയിൽ വിമർശനം ഉയർത്തിയിരുന്നു. കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിലൊരു കലാപം ഉയർന്നിരുന്നു. ഇതേ തുടർന്നുകൊണ്ട് ഈ നടപടി സർക്കാർ റദ്ദ് ചെയ്തെങ്കിലും തുടർന്ന് ഇതിലെ നടപടികളിലെ വൈരുദ്ധ്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗിരീഷ് ബാബു എന്ന കളമശ്ശേരി സ്വദേശിയെ കോടതിയിലേക്ക് എത്തിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ത്വരിത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മനു, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. CPIM സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിക്കും. കൺവീനർ വൈക്കം വിശ്വനാണ് പട്ടിക പ്രഖ്യാപിക്കുക. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ LDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കും. CPIM 92 സീറ്റുകളിലാണ് മത്സരിക്കുക. CPI 27 സീറ്റുകളിലും ജനതാദൾ S 5 സീറ്റുകളിലും NCP, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾ 4 വീതം സീറ്റുകളിലും INL 3 സീറ്റിലും മറ്റു പാർട്ടികൾ ഓരോ സീറ്റിലുമാണ് മത്സരിക്കുക. ഭൂമിയും വെള്ളവുമടക്കം സമ്പന്നർക്ക് വേണ്ടി വിറ്റുതുളച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിസഭ എടുത്തത് 800-ലധികം തീരുമാനങ്ങൾ. ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലെന്നും പിണറായി കണ്ണൂരിൽ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളാകെ വല്ലാത്ത മനപ്രയാസത്തിൽ കഴിയുകയാണ്. കാരണം നാടിൻ്റെ എല്ലാ വസ്തുവകകളും അതിസമ്പന്നന്മാർക്ക് കൈവശപ്പെടുത്താൻ കഴിയുന്നു. അതിസമ്പന്നരുടെ കയ്യിലുള്ള പണം മറിയുന്നതനുസരിച്ച് തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഭൂമിയും വെള്ളവും നാടിന് അവകാശപ്പെട്ട മറ്റു പലതും കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. എന്തും കൊടുക്കാൻ തയ്യാറാകുന്നൊരു ഗവൺമെൻറ്റായിട്ടാണ്. അതിസമ്പന്നർക്കാണ്, പാവപ്പെട്ടവർക്കല്ല നമ്മുടെ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ധർമ്മടത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ യോഗം നടന്ന പിണറായി പാറപ്പുറത്ത് വച്ചാണ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മണ്ഡലത്തിലെ കുടുംബയോഗങ്ങളിലും പ്രാദേശിക പൊതുയോഗങ്ങളിലും പിണറായി സംബന്ധിച്ചു.
വർക്കല ശിവപ്രസാദ് കൊലക്കേസിൽ 7 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾ DHRM പ്രവർത്തകരാണ്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സമൂഹത്തിൽ അസ്വസ്ഥത വളർത്തൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. 6 പ്രതികളെ വെറുതെ വിട്ടു. തിരുവനന്തപുരം 2ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ചത്. കേസിലെ 1ാം പ്രതിയും DHRMന്റെ തെക്കൻ മേഖലാ മേധാവിയുമായ ദാസ്, 3ാം പ്രതി ജയൻ, 4ാം പ്രതി മധു, 5ാം പ്രതി സുനിൽ, 7ാം പ്രതി സുധി, 10ാം പ്രതി സുനിൽ, 16ാം പ്രതിയും DHRM സംസ്ഥാന നേതാവുമായ സെൽവരാജ് എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. പ്രതികൾ സമൂഹത്തിൽ അസ്വസ്ഥത വളർത്താൻ ശ്രമിച്ചതായി തിരുവനന്തപുരം 2ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി A. ബദറുദ്ദീൻ നിരീക്ഷിച്ചു. ഇവർക്കുള്ള ശിക്ഷ നാളെ കോടതി വിധിക്കും. കേസിലെ മറ്റു പ്രതികളായ അശോകൻ, സുരേഷ്, സുഭാഷ്, ചന്ദ്രശേഖരൻ, ബിജു, പ്രഫുല്ലകുമാർ എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2009 സെപ്റ്റംബർ 23-നാണ് വർക്കലയിൽ പ്രഭാത സവാരിക്കാരനായ ശിവപ്രസാദിനെ DHRM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. അക്രമത്തിൽ പരിക്കേറ്റ അശോകൻ, കൊല്ലപ്പെട്ട ശിവപ്രസാദിന്റെ ഭാര്യ എന്നിവരുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. DHRM എന്ന സംഘടനയുടെ സാന്നിധ്യം ഉറപ്പിക്കലായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കേസിലുണ്ടായിരുന്ന 16 പ്രതികളിൽ 14 പേരാണ് വിചാരണ നേരിട്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലമ്പുഴയിൽ 2 CPIM പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 5 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2007-ലാണ് CPIM പ്രവർത്തകരായ ഗോപാലകൃഷ്ണൻ, രവീന്ദ്രൻ എന്നിവർ കൊല്ലപ്പെട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം രൂക്ഷമാകുന്നു. കെ ബാബുവിനെയും KC ജോസഫിനെയും മാറ്റിയാൽ താൻ മത്സരിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി മുകുൾ വാസനിക്കിനെ കണ്ട് അറിയിച്ചു. VM സുധീരൻ AK ആന്റണിയെ കണ്ട നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ രമേശ് ചെന്നിത്തലയുടെ മധ്യസ്ഥ ശ്രമം. AK ആന്റണിയുടെ വസതിയിൽ രമേശ് ചെന്നിത്തലയും VM സുധീരനും കൂടിക്കാഴ്ച നടത്തി. ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുടെ ആശയവിനിമയം നടന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മറ്റന്നാളത്തേക്ക് മാറ്റുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയം നടത്താനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ദില്ലിയിൽ ആരംഭിച്ചതിന് പിന്നാലെ കേരളത്തിൽ നിന്നും 100 കണക്കിന് സ്ഥാനാർത്ഥി മോഹികളാണ് ദില്ലിയിലെത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെ കണ്ട് സീറ്റ് ഉറപ്പിക്കുന്നതിനായി സ്വന്തം മണ്ഡലത്തിലെ വിജയസാധ്യതാ രേഖകളുമായാണ് നേതാക്കളുടെ വരവ്. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയെയും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും KPCC ലിസ്റ്റിൽ കടന്നുകൂടുക എന്നതാണ് ലക്ഷ്യം. നേതാക്കൾ എത്തിയതോടെ ദില്ലിയിൽ ഹോട്ടലുകളിൽ റൂം പോലും കിട്ടാനില്ലാതായി. ഇപ്പോൾ പ്രതീക്ഷയുടെ ഗദർധാരികളാണ്. കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി പട്ടികയിൽ ഇടം നേടാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥി മോഹികൾ. സ്വന്തം കീശയിൽ നിന്ന് കാശുമുടക്കി ഫ്ലൈറ്റിലെത്തി ഉമ്മൻചാണ്ടിയെയും സുധീരനെയും ചെന്നിത്തലയും മാറി മാറി കയറിയിറങ്ങി കാണുകയാണ് നേതാക്കൾ. കളിക്കല്ലേ, നാളത്തെ നിയമസഭാ സാമാജികരാണേ. അതിന് നേതൃത്വത്തിന് നൽകാൻ ഒരു ഉപദേശവും റെഡി. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ നിശ്ചയമായും കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും. കേരളത്തിലെ കോൺഗ്രസ് അംഗത്തുള്ള യുവാക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ്. കൂട്ടത്തിൽ കേരള ഹൗസിലെ VM സുധീരന്റെ മുറിക്ക് മുന്നിലാണ് ഏറ്റവും വലിയ ക്യൂ. അധ്യക്ഷന്റെ വാക്കിൽ പ്രതീക്ഷ കൂട്ടി മറ്റു നേതാക്കളുടെ അടുത്തേക്ക്. അല്ല നേതാവേ, പ്രസിഡന്റ് എന്തു പറഞ്ഞു? സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായിട്ടും തയ്യാറായി കഴിഞ്ഞിട്ടില്ല. അതിൽ പല സ്ഥാനാർത്ഥികളുണ്ട്. അവർ കമ്മിറ്റി ഇരുന്ന ശേഷം ഇത് പരിശോധിച്ച് ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകൾക്ക് സീറ്റ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ മണ്ഡലങ്ങളിലും സ്വന്തം വിജയസാധ്യത നിർണ്ണയിക്കുന്ന രേഖകളുമായാണ് കൂടിക്കാഴ്ച. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയെയും ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. 140 മണ്ഡലങ്ങളിലെ 82 സീറ്റിലേക്കായി 200-ൽ പരം നേതാക്കളാണ് ഒരേ സ്വപ്നവുമായി പരക്കം പായുന്നത്. ചർച്ച ചെയ്താലും കുളമാകും, ചർച്ച ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമെന്ന അവസ്ഥ. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹൈദരാബാദ് സർവകലാശാലയിൽ പോലീസ് ജയിലിലടച്ച മലയാളി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആശങ്കയിൽ. ജാമ്യം ലഭിച്ചെങ്കിലും തുടർ പഠനം അനിശ്ചിതത്തിലാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. നെടുമ്പാശ്ശേരി സ്വദേശി ശ്രീരാഗിന്റെ വീട് മുൻ MP P. രാജീവന്റെ നേതൃത്വത്തിൽ CPIM നേതാക്കൾ സന്ദർശിച്ചു. നെടുമ്പാശ്ശേരി സ്വദേശിയായ ശ്രീരാഗ് ഉപരിപഠനത്തിനായി 1 വർഷം മുമ്പാണ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെത്തിയത്. രോഹിത് വെമൂലയുടെ ആത്മഹത്യയെ തുടർന്നുയർന്നുവന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കാളിയായി.
കഴിഞ്ഞ ദിവസം പോലീസ് കാമ്പസിൽ നരനായാട്ട് നടത്തിയ ദിവസം ഹൃദ്രോഗിയായ അധ്യാപകനെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ശ്രീരാഗിനെ പോലീസ് പിടികൂടി ജയിലിലടയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 തവണ മാത്രമാണ് മകനെ ഫോണിലെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞതെന്ന് ശ്രീരാഗിന്റെ അച്ഛൻ തങ്കപ്പൻ പറഞ്ഞു. യൂണിയന്റെ അനന്തമായ പ്രശ്നങ്ങൾ കോളേജിൽ നടക്കുന്നുണ്ടെന്നും സമരം ഉണ്ടാവണമെന്നും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇദ്ദേഹം PC ലീവിന് പോയാനോ വിഷയങ്ങളൊന്നുമില്ല, ക്ലാസ് ഭംഗിയായിട്ട് നടക്കണ്ടെന്നും കഴിഞ്ഞ ഞായറാഴ്ച കൂടി ഞാൻ 2 നേരം വിളിക്കാറുണ്ട്, വൈകിട്ടും രാവിലെയും വിളിക്കാറുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫെലോഷിപ്പ് യാതൊരു കാരണവും കൂടാതെ തടഞ്ഞു വെക്കുന്നത് അടുത്ത കാലത്തായി പതിവാണെന്ന് അമ്മ അമ്മിണി പറഞ്ഞു. ഇതിനെ തുടർന്ന് പല കുട്ടികളുടെയും പഠനം പാതി വഴിയിൽ മുടങ്ങുന്ന നിലയിലാണ്. ഫെലോഷിപ്പ് കിട്ടുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമല്ലേ, അത് കിട്ടാതെ വരുമ്പോൾ മാനസികമായിട്ട് അവർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടികൾക്ക്. അപ്പോൾ വഴിമുട്ടുന്ന ഒരു രീതിയല്ലേ വരിക, ഒരു വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്ന ഒരു ഇതാ വരുന്നത്. CPIM ജില്ലാ സെക്രട്ടറി P. രാജീവ് ശ്രീരാഗിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ശ്രീരാഗിന്റെ മാതാപിതാക്കൾക്ക് ആശ്വാസവും പിന്തുണയുമായി നിരവധി പേരാണ് ഓരോ ദിവസവും ഈ വീട്ടിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. യമനിൽ നിന്നും IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കാൻ വൻതുക മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി സൂചന. മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന വീഡിയോ കേന്ദ്ര സർക്കാരിന് ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന് ലഭിച്ച വീഡിയോ സന്ദേശത്തിൽ ഫാദർ ടോം ഉഴുന്നാൽ തന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. മോചനദ്രവ്യമായി വൻതുക തീവ്രവാദികൾ ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം കേന്ദ്ര സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഫാദർ ടോം ഉഴുന്നാലിനെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം മാത്രമാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചത്. ദുഃഖവെള്ളി ദിവസം അദ്ദേഹത്തെ തീവ്രവാദികൾ കുരിശിലേറ്റി കൊലപ്പെടുത്തിയെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിലും വിദേശകാര്യ മന്ത്രാലയം ഇത് നിഷേധിച്ചിരുന്നു. ഈ മാസം 4-ാം തീയതിയാണ് തെക്കൻ യമനിലെ ഏദനിൽ നിന്നും മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിനെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. മിഷണറീസ് ഓഫ് ചാരിറ്റീസ് സന്യാസിനി സമൂഹം നടത്തുന്ന വൃദ്ധസദനം ആക്രമിച്ച തീവ്രവാദികൾ 15 പേരെ കൊലപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിനിടെയാണ് വൈദികനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികൾക്ക് നാടിന്റെ സ്മരണാഞ്ജലി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശസ്നേഹം തെളിയിക്കാൻ RSSകാരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പരാജയഭീതി കാരണം തെരഞ്ഞെടുപ്പിൽ UDF രഹസ്യമായി RSS സഹായം തേടുകയാണെന്നും പിണറായി പറഞ്ഞു. ആയിരങ്ങൾ അണിനിരന്ന പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടും കൂടിയാണ് കയ്യൂർ രക്തസാക്ഷിത്വത്തിന്റെ 73-ാം വാർഷികവും കയ്യൂർ സംഭവത്തിന്റെ 75-ാം വാർഷികവും ഇത്തവണ ആചരിച്ചത്. രക്തസാക്ഷികളായ മടത്തിലപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർക്ക് കയ്യൂരിന്റെ പിന്മുറക്കാർ സ്മരണാഞ്ജലി അർപ്പിച്ചു. കയ്യൂർ രക്തസാക്ഷി നഗറിൽ ചേർന്ന പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശസ്നേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSSന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത RSSൽ നിന്നും രാജ്യസ്നേഹത്തിനും ദേശാഭിമാന ബോധത്തിനും സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് കമ്മ്യൂണിസ്റ്റുകാർക്കില്ല എന്നാണ് RSSകാരോട് പറയാനുള്ളത്. ജനവിരുദ്ധ നയങ്ങളെ തുടർന്ന് പരാജയം ഉറപ്പായ UDF തെരഞ്ഞെടുപ്പിൽ RSSന്റെ സഹായത്തോടെ വിജയിക്കാനുള്ള രഹസ്യ നീക്കം നടത്തുകയാണെന്നും എന്നാൽ ജനങ്ങളിത് തിരിച്ചറിയുമെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. നമ്മുടെ കേരളത്തിന്റെ പിന്നോട്ടടിക്ക് ഉത്തരവാദികളായ ഉമ്മൻചാണ്ടിയെയും കൂട്ടരെയും ജനങ്ങൾ കൈയൊഴിയും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. RSSന്റെ സഹായത്തോടെ രക്ഷപ്പെടാനാകുമോ എന്നാണ് ഒരു പരീക്ഷണം ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗൗരവമായി തിരിച്ചറിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളാകെ നല്ല രീതിയിൽ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൊതുസമ്മേളനത്തിൽ KP സതീഷ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കാഞ്ഞങ്ങാട് വെള്ളിക്കോത്തെ അഴിക്കോടൻ രാഘവൻ ക്ലബ് കെട്ടിടവും കാഞ്ഞങ്ങാട് നിർമ്മിച്ച NGO യൂണിയൻ ഓഫീസും പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് K. മാധവനെയും പിണറായി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടറുടെ മാതാവും കല്ലുവിള പരേതനായ KC വർഗീസിന്റെ ഭാര്യയുമായ കുഞ്ഞുകുഞ്ഞമ്മ വർഗീസ് നിര്യാതയായി. 84 വയസ്സായിരുന്നു. റീജിയണൽ മാനേജർ രഞ്ജിത്ത് കൈരളി TVയുടെ റീത്ത് സമർപ്പിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് വെസ്റ്റ് ഹിൽ സെമിത്തേരിയിൽ നടക്കും.
വയനാട് മുത്തങ്ങയിൽ കാട്ടാനയെ ആക്രമിച്ച കേസിൽ 4 പേർ കീഴടങ്ങി. മേപ്പാടി സ്വദേശികളായ റിയാസ്, എം ഷമീർ, അബ്ദുൾ റസാഖ്, ഷമൽ ഹാഷിം എന്നിവരാണ് കീഴടങ്ങിയത്. ഇവർ സഞ്ചരിച്ച കാറും വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ബാംഗ്ലൂരു ദേശീയപാതയിൽ മുത്തങ്ങയ്ക്ക് സമീപം വെച്ച് 4 യുവാക്കൾ ചേർന്ന് റോഡരികിൽ നിൽക്കുകയായിരുന്ന ആനയെയും കുട്ടിയെയും കല്ലെറിഞ്ഞ് ഉപദ്രവിച്ചത്. ഈ അതിക്രമം ഏറെ നേരം തുടരുകയും ചെയ്തു. അതുവഴിയെത്തിയ മറ്റൊരു യാത്രക്കാരൻ ഇത് മൊബൈൽ ഫോണിൽ പകർത്തി. വനംവകുപ്പ് പ്രതികളെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവർ കീഴടങ്ങിയത്. മേപ്പാടി സ്വദേശികളായ റിയാസ്, ഷമീർ, അബ്ദുൾ റസാഖ്, ഷമൽ ഹഷീം എന്നിവരാണ് പ്രതികൾ. ഇവർ സഞ്ചരിച്ച കാറും വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗങ്ങളെ വേട്ടയാടിയെന്ന നിയമം ഉപയോഗിച്ചാണ് യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 7 വർഷം തടവും പിഴയും അനുഭവിക്കാവുന്ന വകുപ്പാണിത്. മുത്തങ്ങ വനത്തിൽ നിന്ന് കർണാടകയിലേക്ക് കടന്നാൽ വനത്തിനുള്ളിലെ റോഡരികുകളിലെല്ലാം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിക്രമങ്ങൾ തടയാൻ പെട്രോളിംഗ് നടത്തി വനംവകുപ്പ് അതീവ ജാഗ്രത പാലിക്കുന്നതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ കർണാടക, തമിഴ്നാട് വനമേഖലകളിൽ കുറവാണ്. എന്നാൽ വനത്തിനുള്ളിലെ ഇത്തരം അതിക്രമങ്ങൾ നമ്മുടെ വനമേഖലകളിൽ ദിനംപ്രതി നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. വിശേഷ ദിനങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വാദുള്ള ഒരു ദിനം കൂടി. ഇന്ന് ലോക ഇഡലി ദിനമാണ്. നാവിൽ രുചിയൂറുന്ന പ്രാതല വിഭവത്തിന് ഇഷ്ടക്കാർ നൽകിയ സ്നേഹോപഹാരം. ഇഡലി സാമ്പാറോ ചട്നിയോ ചേർത്ത് ഒരു പിടുത്തം. ആവി പറക്കുന്ന രുചിക്കൂട്ടിൽ ഉഷാറാകുന്ന ഒരു ദിവസത്തിന്റെ തുടക്കം. ഈ ഇഷ്ടം അനുഭവിച്ചറിയാത്ത മലയാളികൾ ആരുമുണ്ടാകാനിടയില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഇഡലിക്കായി ഒരു ദിനം തന്നെ നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞത്. വാലന്റൈൻസ് ഡേ, മദേഴ്സ് ഡേ തുടങ്ങിയ നിരവധി വിശേഷ ദിനങ്ങളിലേക്ക് സ്വാദിഷ്ടമായ ഒരു ദിനം കൂടി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ശ്രീലങ്ക, ബർമ്മ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഇഡലി പ്രിയപ്പെട്ട ഭക്ഷണ ഇനം തന്നെയാണ്. സ്വാദിഷ്ടവും പോഷകസമ്പന്നവുമായ ഇഡലിയെ ലോകാരോഗ്യ സംഘടന ഉന്നത പോഷകാഹാരങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രുചിക്കൂട്ടിൽ തൂവെള്ള നിറത്തിന്റെ മൃദുത്വമുള്ള ഇഡലിക്ക് പറയാൻ കഥകളും ഏറെയുണ്ട്. കർണാടകമാണ് ഇഡലിയുടെ ജന്മദേശമെന്നാണ് കഥ. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ഇഡലി ഉപയോഗിച്ചു തുടങ്ങിയതായി തമിഴ്നാട്ടുകാർ വാശി പിടിക്കുന്നു. ഇഡലിയോടുള്ള ഇഷ്ടം മൂത്ത് അത് നമ്മുടേതെന്ന് മലയാളികളും. പാലക്കാട്ടെ രാമശ്ശേരി ഇഡലി ലോകപ്രസിദ്ധവുമാണ്. ഇന്തോനേഷ്യയിലെ കോഡ്ലി എന്ന ഭക്ഷണമാണ് രൂപവും രുചിയും മാറി ഇന്നത്തെ ഇഡലിയായതെന്ന് മറ്റൊരു ജന്മരഹസ്യവും. ഇഡലിക്കഥ എന്തായാലും ഇഡലിയോട് ഇഷ്ടം കൂടാത്തവർ ആരുമുണ്ടാകാനിടയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇഡലി കഴിച്ചവർക്കും ഇനി കഴിക്കാൻ പോകുന്നവർക്കും ഹാപ്പി ഇഡലി ഡേ.